ഇതെവിടെയാണെന്നറിയാമോ? ഇത് പുഴയാണോ കായലാണോ? ഒരു 5 മിനിറ്റ് ഫാമിലി ആയിട്ട് ആസ്വദിക്കും. എത്ര വലിയ ടെൻഷനും അലിഞ്ഞ് മൈൻഡ് കാമായി കിട്ടും. ജോലി സ്ഥലത്തെ ടെൻഷനാണെങ്കിലും വീട്ടിലെ ടെൻഷനാണെങ്കിലും എല്ലാം മറന്നൊന്ന് ഹാപ്പി ആവണ്ടേ? അപ്പൊ ഇത് എവിടെയാണെന്നല്ലേ? അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, അമല സോയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും മഴയാണല്ലേ? ഇവിടെ അതെ, നല്ല മഴ നിർത്താതെ പെയ്യാണ് കേട്ടോ. അപ്പൊ അനുവിന്റെ അച്ഛൻ അവിടെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കെട്ടുപണഞ്ഞിട്ടുണ്ടോ ശരിക്കെന്നല്ലേ കിടക്കുന്ന, അതിൽ മീൻ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പോയിരിക്കാണ്. അപ്പൊ ദേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പാടാണെന്നാണോ, പുഴയാണെന്നാണോ, കായലാണെന്നാണോ തോന്നുന്നത്? ഒരു തോണി കിട്ടിങ്ങ തുഴഞ്ഞാ അറ്റം പിടിക്കായിരുന്നു അല്ലെ, മറുകര. നല്ല രസമില്ലേ കാണാനായിട്ട്? അയ്യോ, കണ്ടിട്ട് പോരാൻ തോന്നണില്ല കേട്ടോ. കുറേ നേരം അവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു. എന്ത് രസാന്നറിയോ കാണാനായിട്ട്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ പുടിയമ്പറ്റ കായലൊക്കെ ഒഴുകുന്ന നമ്മുടെ വട്ടേനാട് പാടമാണ് ഈ കാണുന്നത്. അപ്പൊ അനു ദേ വലയൊക്കെ ശരിക്കും കെട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസേ പരലും കണ്ണനും കടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നറിയാം. അപ്പൊ പിന്നെ അടുത്ത ദിവസത്തേക്ക് മീൻ നമുക്ക് വേണ്ടേ? അപ്പൊ വല അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ നോക്കി മീനെങ്ങാനും കുടുങ്ങിയിട്ടുണ്ടോന്ന്. ഇനി അഥവാ മീൻ കുടുങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് കവറും കയ്യിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മീനൊന്നും കിട്ടിയില്ല. ഏപ്രിൽ മാസം ആയപ്പോഴത്തേനും കിണറ്റിലെ വെള്ളമൊക്കെ ഇറങ്ങി പോയി എന്നുള്ള വിഷമായിരുന്നു. 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ ദേ ഇതാണ് അവസ്ഥ. പുഴയും കായലും തോടും കനാലും പാടും എന്ന് വേണ്ട സകല ഭാഗത്തും കിണറ്റിലടക്കം വെള്ളം നിറഞ്ഞു തുടങ്ങിട്ടോ. ഏപ്രിൽ മാസം കഴിഞ്ഞപ്പോ വെള്ളം ഇറങ്ങി ഇറങ്ങി വരുന്ന കണ്ടപ്പോ മെയ്യും എങ്ങനെ കഴിഞ്ഞു കിട്ടും ഈശ്വര എന്ന് വിചാരിച്ചതാണ് എല്ലാവരും. മെയ് പകുതി ആകുമ്പോഴത്തേനും കിണറ്റിൽ വെള്ളം കയറി കയറി വരാൻ തുടങ്ങി. ഇതല്ലേ അവസ്ഥ? മഴ നേരത്തെ തുടങ്ങി ഇപ്രാവശ്യം. അപ്പൊ ദേ ഞങ്ങളുടെ പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഇപ്പൊ കായലാണോ പുഴയാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? പുഴയായിട്ടാണോ കായലായിട്ടാണോ സാമ്യം തോന്നുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പൊ കാറ്റ് വീശുമ്പോൾ വെള്ളത്തിന് നല്ല ഓളം വരുന്നുണ്ട് കേട്ടോ. ആ ഓളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അപ്പുറത്ത് അങ്ങറ്റത്തായിട്ട് കായലിൽ നിന്ന് വെള്ളം പാടത്തേക്കും വീഴുന്നുണ്ട്. അപ്പൊ കാറ്റിന്റെയും ആ വെള്ളത്തിന്റെയും എല്ലാം കൂടെ ആയിട്ടുള്ള ഓളാണ് ആ വരുന്നത്. അപ്പൊ നല്ല രസമുണ്ട്. ആ മറുകര കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ പഴയ സിനിമയിലെ ജയന്റെ നിസേറിന്റെ സത്യന്റെ ഒക്കെ ഫിലിമിലെ കായലും പുഴയൊക്കെ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അതിന്റെ മോൾ ഭാഗമാണ് കേട്ടോ നമ്മളെ വെള്ളിയാങ്കല്. അപ്പൊ നല്ല രസമുണ്ട് ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കാനായിട്ട്. അനുവിന്റെ അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പാടം കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ഒത്തിരി പേര് മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്രാവശ്യം മഴ പെയ്തതിന് ശേഷം ഞങ്ങൾ പാടത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഒന്ന് കാണുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നപ്പോൾ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല. അതുവരെ മഴയായിരുന്നു. എന്നാൽ പിന്നെ മഴ പെയ്യുന്ന വരെ കുറച്ച് നേരം കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കൂട്ടുകാരെ, നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ പാടങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ട് ആസ്വദിക്കാറുണ്ടോ? ഇനി അഥവാ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. അതും ഒറ്റയ്ക്കല്ല, ഫാമിലി ആയിട്ട്. ഇപ്പം മഴയൊക്കെ അല്ലേ, എല്ലാവരും വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ആ ഒരു ടെൻഷനും, ഇനി അത് മാത്രമല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്തെ ടെൻഷനോ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലുള്ളൊരു സ്ഥലത്ത് വന്ന് നിന്നാണ്ടല്ലോ നമ്മളുടെ മൈൻഡ് കാമായി കിട്ടും. നമ്മളുടെ ഏത് തരത്തിലുണ്ടാവുന്ന ടെൻഷനാണെങ്കിലും എല്ലാം അലിഞ്ഞ് ആ വെള്ളം പോലെ പരിശുദ്ധമായി കിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് വരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും കാരണം മുഖത്തുണ്ടാവുന്ന ആ ഭാവവും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ആ മുഖത്ത്. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാനും എന്ത് ചെയ്യാനും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കുമ്പോൾ എവിടേക്കാ പോണെന്ന് ഒരു വാക്ക് പോലും പറയാതെ പോകുന്നത് കണ്ടോ? സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഈ നാടും ഗ്രാമവും പാടമൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കണ്ടിട്ടേ അവർക്ക് ഈഗോ അടിച്ചതാ. ഞങ്ങൾ പിന്നെ ചോദിക്കാനൊന്നും പോയില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.